ഹായ്, ദീർഘദൂര യാത്രകൾ പോകുന്ന ബസ്സുകൾ, അതുപോലെ തന്നെ ലോറി, ഫിഷ് ട്രക്ക്, ഇതിനൊക്കെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ് ഫോഗ് ലാമ്പ് എന്ന് പറയുന്നത്. നമ്മൾ പല സ്ഥലത്ത് പോകുമ്പോൾ മഞ്ഞിന്റെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്ന സമയത്ത് ലൈറ്റ് വളരെ കുറവായിരിക്കും. കാരണം അത് വലിയൊരു വണ്ടിയാണ്, ഇത് ഇത്രയും വലിയ വണ്ടിയാണ് വരുന്നത് എന്നുള്ളത് ആളുകൾക്ക് തിരിച്ചറിയണമെങ്കിൽ, അല്ലെങ്കിൽ നമുക്ക് കുറച്ച് ലൈറ്റ് കിട്ടണമെന്നുണ്ടെങ്കിലും ഫോഗ് ലാംപ്സ് നിർബന്ധമാണ്. അപ്പൊ നമ്മുടെ വണ്ടിയിൽ, ഇപ്പൊ ഞാൻ ഓടിക്കുന്ന ഈ ഒരു വണ്ടിയിൽ ഫോഗ് ലാംപ്സ് ഇതുവരെ ഫിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ നമ്മൾ പുതിയൊരു ഫോഗ് ലാമ്പ് നമ്മൾ ഇന്ന് വാങ്ങിയിട്ടുണ്ട്. ഞാൻ ഓൺലൈനിലാണ് വാങ്ങിച്ച സാധനം ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് നമ്മുടെ റിച്ച് ഐ എന്ന് പറയുന്ന കമ്പനിയുടെ LED ഉണ്ടോ. ഇത് ഏകദേശം ഒരു 14 LED ലൈറ്റ് വരുന്ന ഒരു ഫോഗ് ലാമ്പാണ്. ഇതാണ് സാധനം. ഇതിൽ 14 എണ്ണം വരുന്നുണ്ട്. അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. നമ്മൾ വേറൊരു വണ്ടിക്ക് ഈ സാധനം ഫിറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പൊ ഈ സാധനം ഫിറ്റ് ആക്കലാണ് നമ്മുടെ ഇന്നത്തെ പരിപാടിയാണ് കേട്ടോ. ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ വരുന്നത് ഇത് 390 രൂപ എന്താണ് വരുന്നത്. ഞാൻ ഓൺലൈനാണ് വാങ്ങിച്ചത്. അപ്പൊ ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. ഇതൊരെണ്ണാണ്, രണ്ട് സൈഡിലേക്ക് നമുക്ക് വേണമല്ലോ. അപ്പോൾ രണ്ട് സൈഡിലേക്കുള്ള രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട്. അപ്പൊ ഇത് നമ്മളൊന്ന് ഫിറ്റ് ആക്കിയിട്ട് എങ്ങനെ കാര്യങ്ങൾ നോക്കിയാലോ. പിന്നെ ഇത് വാങ്ങിക്കാൻ താല്പര്യം, ഇത് സെറ്റ് ആക്കിയിട്ട് ഞാൻ കാണിച്ചിട്ടില്ല ലൈറ്റിന്റെ കാര്യം. ഇപ്പൊ പകലാണ്, ഇപ്പൊ അത്യാവശ്യം ലൈറ്റ് നമുക്ക് മനസ്സിലാവാൻ പറ്റില്ല. ഇപ്പൊ രാത്രിയിലും കൂടെ ഈ വീഡിയോയിൽ ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്, രാത്രിയിൽ എങ്ങനെയാണ് ഇതിന് ലൈറ്റ് വരുന്നത്. അപ്പൊ അതും കൂടെ ചേർത്തിട്ട് ഞാൻ ഈ വീഡിയോ കംപ്ലീറ്റ് ചെയ്യാം. അപ്പൊ ഇതിന്റെ ഇത് വാങ്ങിക്കാൻ താല്പര്യമുള്ളവർക്ക്, ഇതിപ്പോ ലൈറ്റിന്റെ എങ്ങനെയാണ് നോക്കിയിട്ട് നിങ്ങൾക്ക് വാങ്ങിക്കാൻ താല്പര്യം ഉണ്ടെങ്കിൽ ഇത് വാങ്ങിച്ചതിന്റെ ലിങ്കും ഞാൻ ഈ വീഡിയോന്റെ കൂടെ കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പൊ നമുക്ക് എങ്ങനെ ഇത് ഫിറ്റ് ആക്കി നോക്കിയാലോ. കമോൺ. അപ്പൊ നമ്മുടെ ഫോഗ് ലാംപ്സ് ഫിറ്റ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇവിടെയാണ്. ഇപ്പൊ ഓൾറെഡി ഇവിടെ എന്താ പറയാ, ഒരു പഴയ ഫോഗ് ലാമ്പ് ഉണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ നോക്കുകയാണെങ്കിൽ ഇവിടെ കാലിയാണ്. അപ്പൊ ഇതിനകത്ത് കൂടിയാണ് നമ്മൾ വെക്കേണ്ടത്. ഇവിടെയാണ് ഈ ഒരു സംഭവം വരേണ്ടത് കേട്ടോ. അപ്പൊ ഇതിന്റെ അകത്ത് ഇവിടെ ഇങ്ങനെ കൊണ്ടുവന്നിട്ടാണ് ഇത് ഫിറ്റ് ചെയ്യുന്നത്. ഈ ഒരു ലെവലിലാണ് ഉണ്ടാവുക. അപ്പൊ അത് നമുക്ക് ഫിറ്റ് ചെയ്യാനുള്ള കാര്യങ്ങൾ നോക്കാം. ഇതിന്റെ കൂടെ ഇതിന്റെ ക്ലാമ്പും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട് ഇവര്. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി കേട്ടോ. വണ്ടിയിൽ ലൈറ്റും കാര്യങ്ങളും സംഭവങ്ങളൊക്കെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇനി ഫോഗ് ലാമ്പ് മാത്രമേ സെറ്റ് ചെയ്യാനുള്ളൂ. അപ്പൊ അത് നമുക്ക് സെറ്റ് ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം എങ്ങനെ സംഭവം എന്നുള്ളത്. അപ്പൊ ഇത് എല്ലാവരും ചെയ്യുക കേട്ടോ. കാരണം ലോറിയിലൊക്കെ ചെയ്യുന്നവർക്ക് പലർക്കും അറിയായിരിക്കും, കാരണം ഇതില്ലാതെ കാര്യങ്ങൾ നടക്കൂല എന്നുള്ളത്. അപ്പൊ എന്തായാലും ഇത് ഒരെണ്ണം പറ്റുന്നുണ്ടെങ്കിൽ വാങ്ങി വെക്കുക. ഇതിന്റെ ക്വാളിറ്റി എങ്ങനെ ഉണ്ടെന്ന് വെച്ചാൽ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉണ്ടായിരുന്നു. ഇപ്പൊ ഞാൻ നമ്മളൊരു വണ്ടിയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഇതിന്റെ ക്വാളിറ്റി എങ്ങനെയുണ്ട് ഇനിയിപ്പോൾ പറയാൻ പറ്റില്ല കേട്ടോ. ഓൺലൈനിലേക്ക് വാങ്ങിക്കുന്ന സാധനങ്ങൾ നമുക്ക് ഒരു 100% ഗ്യാരണ്ടി ഒന്നും പറയാൻ പറ്റില്ല. ഇത് വെച്ച് നോക്കിയതിന് ശേഷം ഞാൻ എന്തായാലും ബാക്കി കാര്യങ്ങൾ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഓക്കെ. അപ്പൊ അങ്ങനെ നമ്മുടെ ആശാൻ പണി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ആശാൻ എന്ന് പറഞ്ഞാൽ നമ്മുടെ ഓണർ തന്നെയാണ്, വണ്ടിയുടെ ഓണറാണ്. പുള്ളി തന്നെയാണ് ഇങ്ങനത്തെ ലൊട്ടിലൊടുക്ക് പൊടികളൊക്കെ ചെയ്യാറുള്ളത്. അപ്പോൾ ലെഫ്റ്റ് സൈഡിൽ നമ്മൾ ഓൾറെഡി ഫിറ്റ് ആക്കി കഴിഞ്ഞു. ഇനി റൈറ്റ് സൈഡിൽ കൂടെ ഫിറ്റ് ആക്കാനുണ്ട്. അത് കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം ലൈറ്റിന്റെ വെട്ടം എങ്ങനെയുണ്ട് എന്നുള്ള കാര്യങ്ങൾ. ഇപ്പൊ പകലായതുകൊണ്ട് നമുക്ക് എത്രത്തോളം വെളിച്ചമുണ്ട് എന്നുള്ളത് അറിയാൻ പറ്റില്ല. അങ്ങനെ ഫൈനലി നമ്മൾ ഫിറ്റ് ആക്കി കണക്ഷനൊക്കെ കൊടുത്ത് ലൈറ്റ് ഇട്ടാക്കി കഴിഞ്ഞപ്പോൾ ലൈറ്റൊക്കെ ഓണാണ്. പക്ഷെ ഈ ഒരു സമയത്ത് നമുക്ക് പറയാൻ പറ്റില്ല ഇതിന്റെ വെട്ടം എത്ര ഉണ്ട് എന്നുള്ളത്. അപ്പൊ രാത്രി ഞാൻ ഒന്നുകൂടെ വീഡിയോ എടുത്തിട്ട് ഞാൻ കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ ഇതാണ് നമ്മൾ രാത്രിയുടെ ഒരു കാഴ്ച. ഫോഗ് ലാമ്പ് മാത്രമാണ് പെട്ടിട്ടുള്ളത്. ഇനി അകത്തുനിന്ന് കാണിച്ചു തരാം കേട്ടോ. അകത്തുനിന്ന് എത്രത്തോളം ലൈറ്റ് ഉണ്ടെന്ന് അറിയാമല്ലോ. ഫോഗ് ലാമ്പ് മാത്രം ഇട്ട് കഴിഞ്ഞാൽ എത്രത്തോളം ലൈറ്റ് ഉണ്ടെന്നുള്ളത് നമുക്ക് ഇവിടെ നിന്ന് നോക്കി കഴിഞ്ഞാൽ മനസ്സിലാവും. ഇത് ഫോഗ് ലാമ്പ് മാത്രമാണ് കേട്ടോ. ഇനി ഫോഗ് ലാമ്പ് ഒന്ന് ഓഫ് ചെയ്ത് കാണിച്ചു തരാം. ഇപ്പോൾ ലൈറ്റ് ഇല്ല, എന്താ ഇത്രയും ലൈറ്റ് ഫോഗ് ലാമ്പിന് മാത്രമുണ്ട്. ഇനി ഹെഡ് ലൈറ്റും കൂടെ നമുക്കൊന്ന് ഇട്ട് നോക്കാം. ഹെഡ് ലൈറ്റും കൂടെ ഇടുമ്പോൾ അത്യാവശ്യം നല്ല വിസിബിലിറ്റി തന്നെ വരുന്നുണ്ട്. ഓക്കെ. അപ്പോൾ ഈ പ്രോഡക്റ്റ് ആവശ്യമുള്ളവർ നിങ്ങൾ ഞാനൊരു ലിങ്ക് ഇടുന്നുണ്ട്, അതിൽ നോക്കിയിട്ട് വാങ്ങിക്കാം കേട്ടോ. ഓക്കെ. അപ്പോൾ മറ്റൊരു വീഡിയോ ഇട്ട് കാണാം. ബൈ.